നന്ദി ഹണി റോസ് ഈ വ്യാജ പരാതി നൽകി പുരുഷ കമ്മീഷന്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അതായത് ഹണി റോസ് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ട് പോലീസ് അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞതിന് ശേഷം ഹണി റോസ് അതേ പരാതി വീണ്ടും കൊണ്ടു കൊടുത്തു. പോലീസ് വീണ്ടും എനിക്കെതിരെ കേസെടുത്തു. BNS 79, IT Act 67 ഒക്കെ കടുത്ത വകുപ്പുകൾ എടുത്തിരിക്കുകയാണ്. എന്തിനാണ്? ഹണി റോസിന്റെ പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഹണി റോസിന് നന്ദി പറയുന്നത് ഇതേപോലുള്ള വ്യാജ പരാതികൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഇതിലൂടെയാണ് നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രമാത്രം പുരുഷ കമ്മീഷന്റെ ആവശ്യം ഈ നാട്ടിലുണ്ട് എന്ന്. അതായത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതായത് ഈ കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ സബ്മിഷൻ വന്നു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ ഇൻഗ്രീഡിയന്റ് ഇല്ല, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു, വേണമെങ്കിൽ ഹണി റോസ് കോടതി വഴി സമീപിക്കണമെന്നൊക്കെ. പെട്ടെന്ന് മാറി അതേ പരാതി വീണ്ടും കൊടുത്തപ്പോൾ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പോലീസുകാരുടെ മനസ്സെന്താണെന്ന് പറയട്ടെ. ഹണി റോസ് വീണ്ടും പരാതിയായി വന്നിട്ടുണ്ട്. അത് നമ്മൾ പരാതി ഒന്നും എടുത്തില്ലെങ്കിൽ, രാഹുൽ ഈശ്വറിനെ കേസ് എടുത്തില്ലെങ്കിൽ അവൻ നമുക്കെതിരെ പരാതി കൊടുക്കും. അന്ന് അവനെതിരെ ഒരു കേസ് എടുക്കും, അവൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ. എക്സാക്ട്ലി ഇതാ സംഭവിക്കുന്നത്. കൃത്യം പറഞ്ഞാൽ പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ പോലീസുകാർ പറയും നമുക്ക് പണിയൊന്നും ഉണ്ടാവണ്ട, നേരെ അവൾ ഇനി നമുക്കെതിരെ പരാതി കളിക്കാൻ, നമ്മൾ സ്ത്രീ വിരുദ്ധരാകും, നമുക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി വരും, നമ്മൾ എന്തിനീ തൊല്ലയൊക്കെ എടുക്കുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും പോയി ആ പരാതി അങ്ങ് കൊടുത്ത് രാഹുൽ ഈശ്വർ മെനക്കെട്ട് ജാമ്യം എടുത്തോട്ടെ, കേസിന് ഫൈറ്റ് ചെയ്തോട്ടെ. ഹണി റോസ് വെറുതെ പരാതി കൊടുത്തിട്ട് പോകാനൊന്നും കരുതണ്ട. ഈ വ്യാജ പരാതികൾ അവസാനിപ്പിക്കും. നമ്മുടെ രാഹുൽ ഈശ്വർ ഹണി റോസിന് നന്ദി അറിയിച്ചിരിക്കുകയാണ്. നന്ദി അറിയിച്ചത് എന്തിനാണെന്ന് അറിയാലോ? നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇദ്ദേഹം ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് അതൊരു ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് പിന്നാലെ നടക്കുകയാണ്. കാരണം പുരുഷന്മാർക്കും ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ആവശ്യം രാഹുൽ ഈശ്വറിനെ പോലെ തന്നെ പലരും അത് ഉന്നയിക്കുന്നുണ്ട്. എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ആവശ്യം ഭൂരിഭാഗം സ്ത്രീകളും ആവശ്യപ്പെടുന്നുണ്ട്. ഞാനടക്കമുള്ളവർ ഈ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അല്ലേ? കാരണം നമ്മുടെ ചുറ്റിലും സ്ത്രീ സംരക്ഷണം എന്ന പേരിൽ സ്ത്രീകൾ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിന്റെ ഇരയാകുന്നതും പുരുഷന്മാരുമാണ്. അപ്പൊ അവർക്ക് ഈ ഒരു വേളയിൽ എവിടെയാണ് പോകാൻ പറ്റുക? അപ്പം അതുകൊണ്ട് തന്നെ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ആവശ്യം എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം നന്ദി അറിയിച്ചതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹണി റോസ് ഈ ഒരു രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും പുള്ളിക്കാരി പരാതി കൊടുത്തത്. അതിനുള്ള മറുപടിയാണ് രാഹുൽ ഈശ്വർ ഇപ്പൊ ഇവിടെ നൽകിയത്. പുള്ളിക്കാരൻ എന്തായാലും മാനനഷ്ട കേസിന് കേസ് കൊടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് 10 കോടി രൂപ ഈ ഒരു ഹണി റോസിൽ നിന്ന് നേടുമെന്ന് ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരു സ്വയം അഡ്വക്കേറ്റ് ആണ്. അതിന് ആരെയും അദ്ദേഹം നിൽക്കത്തില്ല. സ്വയം ബാധിച്ച് മാനനഷ്ട കേസ് കൊടുക്കാനുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പൊ രാഹുൽ ഈശ്വരും ഇറങ്ങി തിരിച്ചത്. കാരണം ഹണി റോസ് ഇപ്പൊ അങ്ങനെ സുഖിക്കേണ്ട, ഒരു പുരുഷന് മേലെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഹണി റോസും തിരിച്ചറിയണം എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ ഇവിടെ തിരിച്ച് ഹണി റോസിന് പണി കൊടുത്തത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ ഹണി റോസുമായി ബന്ധപ്പെട്ട ന്യൂസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഹണി റോസ് ഷാർജയിൽ ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നു. നമുക്ക് ഉദ്ഘാടന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഹണി റോസ് ഷാർജയിൽ ഒരു ജയാസ് കിച്ചൻ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഹണി റോസ് ഇട്ടിരുന്ന വേഷവും നിങ്ങൾ കണ്ടു കാണുമല്ലേ? ഇല്ലെങ്കിൽ ഒന്നുകൂടി അതൊന്ന് കാണിച്ചു തരാം. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പുള്ളിക്കാരത്തി എത്രമാത്രം കംഫർട്ടബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു കോസ്റ്റ്യൂംസ് ധരിക്കേണ്ട അവകാശം എന്ന നിലയിൽ അവരത് ചെയ്തു അല്ലെ? അത് അവരുടെ അവകാശമാണ്. ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു അവകാശം അവരുടേതാണ്. അത് സമ്മതിച്ചു. അതിന് നമ്മുടെ ഭരണകൂടം എല്ലാം അംഗീകരിച്ച ഒരു കാര്യം തന്നെയല്ലേ? പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വസ്ത്രമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അഥവാ അത് അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഒരു ഗ്രീൻ റൂം എന്തായാലും അവിടെ കാണുമല്ലോ. അവിടെ കയറി അതൊന്ന് ക്ലിയർ ആക്കി വരാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്
ആളുകളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇനി ഇത്രയും ആളുകൾ ഹണിറോസിനെ കാണാൻ എത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ മംഗലാപ്പിലാവണ്ട. ആ ഒരു ജനക്കൂട്ടം വന്നത് എന്തിനാണെന്ന് അറിയട്ടെ. ശരിക്കും ഹണിറോസിന് കിട്ടിയ ഒരു 8ന്റെ പണിയല്ലേ, 8അല്ല 16ന്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം. ഹണിറോസ് ഉദ്ഘാടനത്തിനെത്തിയ സ്ഥാപനത്തിലെ ഹണിറോസിന് പകരം ബോച്ചയുടെ പേരാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത് അല്ലേ. ബോച്ച അത്രത്തോളം പ്രവാസി മലയാളികൾക്കും അദ്ദേഹം പ്രവാസി ലോകത്തിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് ഈ ഒരു വിളിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ഈ ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് നമുക്ക് ഒരു ന്യൂസും കൂടെ കേട്ടു നോക്കിയാലോ. പ്രശസ്തമായ മുംബൈ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നിർബന്ധമാക്കി. ശരീരഭാഗം പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾക്കും കീറിയ ജീൻസിനും സ്കേർട്ടിനും ക്ഷേത്രത്തിൽ വിലക്ക്. പുതിയ ഡ്രസ് കോഡ് പാലിക്കാത്തവരെ അടുത്ത ആഴ്ച മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കും. രേഷ്മ, മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് സിദ്ധിവിനായക ക്ഷേത്രം. നിലവിൽ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള ഡ്രസ് കോഡുകളൊന്നുമില്ല, ആർക്കും എങ്ങനെയും പ്രവേശിക്കാം എന്ന ഇതായിരുന്നു. പക്ഷേ അതിന് ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. കാരണം പലപ്പോഴും അവിടെ ദർശനത്തിനെത്തുന്ന പല ആളുകളും ഡ്രസ് കോഡിൽ വലിയ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഡ്രസ് കോഡ്, പ്രത്യേക ഡ്രസ് കോഡുകൾ പാലിക്കാൻ. ശരീരഭാഗം പുറത്തു കാണിക്കുന്നതോ കീറിയ വസ്ത്രങ്ങൾ, കീറിയ ജീൻസ്, കട്ട്സ് എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. അത് പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കും. ഒരാഴ്ച വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഡ്രസ് കോഡുകൾ കൃത്യമായി പാലിക്കാതെ വരുന്നവരെ പ്രവേശിപ്പിക്കില്ല എന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് ഇതിനോടകം അറിയിച്ചിട്ടുള്ളത്. രേഷ്മ, ശരിക്കും ഇതാണ് നമ്മുടെ കേരളത്തിലും പ്രാബല്യത്തിൽ വരേണ്ടതല്ലേ. കാരണം അമ്പലങ്ങളിലൊക്കെ ഡ്രസ് കോഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച വ്യക്തികൾക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഇത്. കാരണം ഇത്തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ച് നമ്മൾ അമ്പലങ്ങളിലോ മറ്റു പള്ളികളിലോ അല്ലെങ്കിൽ ചർച്ചുകളിലൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരുടെ ചിന്ത ഏത് രീതിയിലാണ് മാറുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ കാര്യങ്ങളല്ല. കാരണം ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ആ രീതിയിലുള്ള വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ശരിക്കും അവിടെ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ആകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു അമ്പലത്തിൽ സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ടൈറ്റ് ജീൻസ് ഇട്ട അല്ലെങ്കിൽ ഇറുകിയ വേഷം അണിഞ്ഞ ഇത്തരം വസ്ത്രങ്ങൾക്ക് ബഹിഷ്കരണം കൊടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഈ നിയമം നമ്മുടെ കേരളത്തിലും പ്രാബല്യമാക്കേണ്ടത് ഒന്ന് തന്നെയാണ്.